പൈലൂരിൽ മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിന് കുടുംബത്തോട് പ്രതികാര നടപടി സ്വീകരിച്ചു എന്നുള്ള വാർത്തയിൽ പ്രതികരിക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിരുന്നോ? എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുക? ശ്രദ്ധയിൽ പെട്ടിരുന്നു. അതിൻ്റെ എന്താ വശങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഡെപ്യൂട്ടി സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെയർമാൻ അതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഇതിലിപ്പോൾ ലൈൻമാൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികാര നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങേക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ അറിയില്ല. അത് അന്വേഷിച്ചിട്ടില്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി ഒരു വെള്ളം കുറ്റക്കാരാക്കുന്നത് ശരിയല്ലോ. ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച ശേഷമേ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ആ വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികളടക്കം അവരെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതല്ലേ? ഇല്ല, അതല്ല. അതിലെന്താ വസ്തുത അന്വേഷിച്ച ശേഷമാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. അത് അന്വേഷിച്ച് കഴിയട്ടെ, എന്നിട്ട് പറയാം. മന്ത്രിനെയാണോ അത് റീകണക്ട് ചെയ്യാനുള്ള നിർദ്ദേശം ഇവിടെ തന്നെയാണ് കൊടുത്തത്. മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ ഇടപെട്ടത്. കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. ആരെടുത്താണ് റിപ്പോർട്ട്? എൻ്റെ ഡെപ്യൂട്ടി സിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് ചെയർമാനും കൂടി അത് പരിശോധിക്കും. അതിൽ ഇവരെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി തെറ്റുണ്ടെങ്കിൽ നടപടി എടുക്കണമല്ലോ. അതല്ല അതിൻ്റെ മുറ. അതിൻ്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാണ്ട് നമ്മൾ വെറുതെ കുറ്റപ്പെടുത്താനും പാടില്ലല്ലോ. എന്തായാലും ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ അവരുടെ ഭാഗത്ത് പിഴവുണ്ട്, ഈ ലൈൻമാന്റെ ഭാഗത്തടക്കം പിഴവുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.